ശ്രീ സന്ദീപ് വാര്യർ, കേരളം നിങ്ങൾക്ക് ഒരു തവണ നിയമം ഒഴികെ മറ്റൊരിടത്തും ഈ പറയുന്ന പ്രാതിനിധ്യം നൽകിയിട്ടില്ല. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സത്യം പറഞ്ഞാൽ BJPക്ക് ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം കൂടിയാണ്. വോട്ട് പെർസെന്റോ ഒന്നും കൊണ്ട് നിങ്ങൾക്ക് ഇത്തവണ തൃപ്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ പാർട്ടി തലത്തിലുള്ള വിലയിരുത്തൽ. തൃശ്ശൂരിലേക്ക് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ നോക്കുകയും ചെയ്യുന്നത്. എന്താണ് BJPയുടെ പ്രതീക്ഷ കേരളത്തിൽ? അത് പറഞ്ഞതിൽ വസ്തുതാപരമായിട്ടൊരു പെശകുണ്ട്. ഇവിടെ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് കേരളത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരു MP ഉണ്ടായിരുന്നു. അങ്ങനെ MP യെ ജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട് എന്നുള്ളത് മറന്നുകൊണ്ട് ഒരു തെറ്റായിട്ടുള്ള നറേറ്റീവ് മുന്നോട്ട് വെക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല മലയാളം സംസാരിക്കുന്ന BJPയുടെ പ്രതീക്ഷ എന്നാണ് ചോദിച്ചത്, NDAയുടെ പ്രതീക്ഷ എന്നല്ല. മറ്റൊന്ന്, ആ ഭൂമിക എത്രത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ട് നൽകിയ ഒരു പ്രദേശമാണെന്ന് അങ്ങേക്ക് അറിയുകയും ചെയ്യാം. ശരി, ഇനി ഞാൻ അങ്ങയുടെ ആ തിരുത്തിനെ അങ്ങനെ തന്നെ സ്വീകരിക്കാനും തയ്യാറാണ്, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത്, അന്ന് ലക്ഷദ്വീപിൽ നിന്നും ഒരു MP ഉണ്ടായി, കേരളത്തിൽ നിന്നും ഒരു MP ഉണ്ടായി. ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാളും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അടൽ ബിഹാരി വാജ്പേയിയുടെ മുഖം വെച്ച് തന്നെയാണ് അന്ന് വോട്ട് തേടിയത്. ജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ തന്നെയാണ് വോട്ട് തേടിയത്. വാജ്പേയിയുടെ നേതൃത്വത്തിനും വാജ്പേയിയുടെ മുഖത്തിനും തന്നെയാണ് ജനങ്ങൾ വോട്ട് നൽകിയത്. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കി ജയിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാജ്യത്ത് BJP അന്നത്തേതിനേക്കാൾ ഏറെ വളർന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ട് നോക്കൂ, ഇപ്പോൾ ഒരല്പസമയം മുമ്പ് പ്രിയപ്പെട്ട റെജി ലൂക്കോസ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകാൻ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഉറപ്പുണ്ട് ഇവിടെ വരാൻ പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണ് എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് ശ്രീ റെജി ലൂക്കോസിനുമുണ്ട്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഉണ്ടാകുന്ന തർക്കമൊന്നുമില്ല. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ പറഞ്ഞല്ലോ 400 സീറ്റ് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് പോലും കേരളത്തിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്തിനാണ്? പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയുള്ള വോട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് മലയാളികൾ ഇവർക്ക് വോട്ട് ചെയ്യുന്നത്? മലയാളികൾ വോട്ട് ചെയ്യുന്നത് പ്രതിപക്ഷത്തിരിക്കാനുള്ള MP-മാർക്ക് വേണ്ടിയിട്ടാണോ മലയാളികൾ വോട്ട് ചെയ്യേണ്ടത്? അതോ രാജ്യത്തെ ഭരണപക്ഷത്ത് വരുന്ന ദേശീയധാരയിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ വോട്ട് ചെയ്ത് രാജ്യത്തിൻ്റെ വികസന ചക്രത്തിൽ പങ്കാളിയാവുകയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ രാജ്യത്തോടൊപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറാവുകയുമാണോ മലയാളികൾ വേണ്ടത് എന്നുള്ള ചോദ്യമാണ് ഇന്ന് മലയാളി വോട്ടർമാരെ മുന്നിൽ ഞങ്ങൾ വയ്ക്കുന്നത്. പരാജയപ്പെടുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനു വോട്ട് ചെയ്യണം? തോൽക്കാൻ പോകുന്നവർക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം വേസ്റ്റ് ആക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തോൽക്കാൻ വേണ്ടിയുള്ള മത്സരത്തിന് വേണ്ടി ഇവർക്ക് എന്തിനു വോട്ട് ചെയ്യണം? ഇവരാരും ഭരിക്കാൻ പോകുന്നില്ല. ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? റെജി ലൂക്കോസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഇനി കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഇവർ രണ്ടുപേരുടെയും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരൊരാളായിരിക്കുമല്ലോ. ഇവരുടെ രണ്ടുപേരുടെയും മുന്നണിയും ഒന്നാണല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ ഈ പരസ്പരം ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്നതിൻ്റെ പ്രസക്തി എന്താ ഉള്ളത്? ഒരു മുന്നണിയുടെ ഭാഗമായി ദേശീയ തലത്തിൽ നിൽക്കുകയും പരസ്പരം ഭിന്നിച്ചിവിടെ മത്സരിക്കുകയും അതിനുശേഷം ഒരു മുന്നണിയുടെ ഭാഗമായി അകത്തു പോയിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നവർ, അതും പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി വോട്ട് ചോദിക്കുന്നവർ, അവർക്ക് വേണ്ടി ഇത്തരം ആളുകൾക്ക് വേണ്ടി എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് പാഴാക്കുന്നത് എന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഇത്തവണ വോട്ടർമാരെ മുന്നിൽ ഉയരാൻ പോകുന്നത്. അവിടെയാണ് BJPയുടെ പ്രസക്തിയുള്ളത്. BJPക്ക് നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കേരളത്തിൽ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുമായി നിരന്തരം സംവദിച്ചുകൊണ്ട് അവരെ സമീപിക്കുന്നവരാണ്. അത് പഞ്ചായത്ത് തലം മുതൽ പാർലമെന്റ് തലം വരെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലോ 10 തെരഞ്ഞെടുപ്പിലോ പരാജയപ്പെട്ടു എന്ന് കരുതി എപ്പോഴും ഒരു സേഫ് സ്ഥലത്ത് മാത്രം ഇരുന്നു കൊണ്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല BJP. എല്ലാ തരത്തിലുള്ള ടെറൈനുകളിലും, അത് പ്രതികൂലമായ കാലാവസ്ഥയിലും നിരന്തരമായി ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെടുകയും ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി മാറിയത്. നോക്കൂ, ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് മിണ്ടാതിരുന്നെങ്കിൽ, അടിയന്തരാവസ്ഥ കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് ഞങ്ങളുടെ ജീവിതത്തിനുമൊക്കെ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി ഞങ്ങളുടെ നേതാക്കന്മാർ മിണ്ടാതിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുമായിരുന്നോ? ഈ രാജ്യത്ത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരാൻ സാധിക്കുമായിരുന്നോ? കോൺഗ്രസിനൊരു ബദലുണ്ടാകുമായിരുന്നോ? അപ്പം ഞങ്ങൾ നിരന്തരമായി അത്തരത്തിലുള്ള വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ഇതര സർക്കാർ രൂപീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടായത്. അത് മാത്രമല്ല, ആദ്യമായി 2 തവണ തുടർച്ചയായി മുഴുവൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയിട്ടും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടറും നിലവിലെ സർക്കാരിനെതിരെ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി സർക്കാർ 3ാമതും അധികാരത്തിലെത്തുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ പോകുമ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നൊന്നും ഇല്ല എന്നുള്ളത് ഇവിടെ രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന, രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ വാദത്തിന് വേണ്ടി ചിലപ്പോൾ റെജി ലൂക്കോസ് ഒക്കെ വലുതും പറയുമായിരിക്കും. ആത്യന്തികമായി അവർക്കും അറിയാം നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു തരത്തിലുള്ള പൊതുജന വികാരവും രാജ്യത്തില്ല. മറിച്ച് സംസ്ഥാന സർക്കാരിനെതിരായ വലിയ ജനവികാരം നിലനിൽക്കുകയാണ്.
ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ആന്റി ഇൻകംബൻസി ഫാക്ടർ നിലനിൽക്കുന്ന CPM ഇവിടെ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ആഗ്രഹിക്കുകയാണ്. മറുവശത്ത് കോൺഗ്രസ് പ്രതിപക്ഷം എന്ന നിലയിൽ കേരളത്തിൽ സമ്പൂർണ്ണമായി പരാജയപ്പെടുകയും ജനങ്ങളുടെ ശബ്ദമാകുന്നതിൽ അവർ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മുന്നണികളെയും കേരളത്തിലെ ജനങ്ങൾ തിരസ്കരിക്കുകയും BJP യോടൊപ്പം അണിചേരുകയും ദേശീയ ജനാധിപത്യ സഖ്യത്തോടൊപ്പം അണിചേരുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.